നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ തമിഴ് നടൻ സൂര്യയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ അഗരം ഫൗണ്ടേഷൻ, അതിനെക്കുറിച്ച് ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അഗരം ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ അഗരം ഫൗണ്ടേഷൻ വഴി കുറേയേറെ യുവ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ ധാരാളം പ്രഗത്ഭരായ ആൾക്കാരെയൊക്കെ അഗരം ഫൗണ്ടേഷൻ്റെ ചിലവിൽ പഠിപ്പിച്ച് പുറത്തിറക്കി. നമ്മളതിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ ഇതിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നതും, നമ്മുടെ കേരളത്തിൽ എത്രയോ നടന്മാരുണ്ട്. അവരൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാലിനെ പോലെയുള്ള, സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. കേരളത്തിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കാര്യം ഇവിടെ നടന്മാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ BMW-യും അതുപോലെ തന്നെ ബെൻസും ജാഗോറും വലിയ വലിയ വണ്ടികളും മിനി കൂപ്പറും ഒക്കെ ഇറക്കുന്ന വീഡിയോകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് സൂര്യ ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമിൽ ഓരോ വിദ്യാർത്ഥികളും വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണെന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയണ്ട, നമുക്ക് പോലും ഒരു പക്ഷേ കണ്ണ് നിറഞ്ഞു പോകും ആ വീഡിയോകൾ കാണുമ്പോൾ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്യോതികയുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ നടൻ കാർത്തിയുണ്ട്, അതുപോലെ ഒരു അച്ഛനെ മക്കൾ എല്ലാവരും ഉണ്ട്. കമലഹാസൻ അതിഥിയായിട്ട് എത്തിയിരുന്നു. അങ്ങനെ പലരും വരുന്നുണ്ട്. അഗരം ഫൗണ്ടേഷൻ ഒരു വലിയൊരു മാതൃകയാണ് ഈ സത്യം പറഞ്ഞ് ഈ രാജ്യത്തിനും ഈ ലോകത്തിനുമൊക്കെ. നമ്മളെപ്പോലുള്ള ആൾക്കാർ സിനിമ കണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ടാണ് ഇവർക്കൊക്കെ ഈ വരുമാനം കിട്ടുന്നത്. എന്നിട്ട് ആ വരുമാനം കിട്ടുമ്പോൾ അതുവഴി സൂര്യ കാണിച്ചു കൊടുക്കുന്നത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഒരു മെസ്സേജ്, അത് ഈ അഗരം ഫൗണ്ടേഷൻ, അത് ഭയങ്കര സംഭവം തന്നെയാണ്. സത്യം പറയാൻ നമ്മളത് കേരളത്തിൽ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പല നടന്മാർ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ. അവരിപ്പോൾ 10, 15, 20 കാർ എടുത്തിട്ട്, അതൊക്കെ അവരുടെ വ്യക്തിപരമായ തീരുമാനം ആയിരിക്കാം. എന്നിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യും ഒരു എന്താ വേണ്ട ഒരു മനസാക്ഷി എന്നൊക്കെ പറയും. അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ വ്യത്യസ്തമായ നാടിന് ഗുണകരമായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.